നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തെറ്റില്ലെന്ന് മാത്രമല്ല, അതാണ് 100% ശരി. പരസ്പരം മനസ്സിലാക്കാതെ എന്ത് മാംഗല്യം? എല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മതി കല്യാണം. മോള് പറഞ്ഞതുപോലെ മിനിമം മോൾക്ക് അയാളെയും അയാൾക്ക് മോളെ ഇഷ്ടപ്പെടുകയും ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, കല്യാണം ഇപ്പൊ വേണ്ട. പക്ഷേ നമുക്കൊരു എൻഗേജ്മെന്റ് നടത്തണം. അതാവുമ്പോ മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ. കല്യാണം വരെ അയാളെ മനസ്സിലാക്കാൻ മോൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. എന്നാ പിന്നെ ഞാൻ വേഗം ആ വഴിക്ക് നീങ്ങാം. റുക്കു എന്തു പറയുന്നു? അതല്ല എന്റെ ശരി. എല്ലാ അച്ഛന്റെ മോളുടെ ഇഷ്ടം പോലെ. ഞാൻ എന്തിനും കൂടെ ഉണ്ടാവും. മതി, അത് മതി. വാ മോളെ. ചന്ദ്രദാസോ, വാ വാ. തന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ പെരിയൊരു വിശേഷം? ആ, വിശേഷമുണ്ട്, ഒരു പെരിയ വിശേഷം. ഞാൻ അലമേലുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഹേയ്, താൻ ഞെട്ടൊന്നും വേണ്ട. അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാ. അല്ല, ആരും സമ്മതിച്ചു പോവും. അത്രയ്ക്ക് നല്ല ബന്ധമാ. കേന്ദ്രമന്ത്രി സുന്ദരസെൽവത്തിന്റെ മകൻ രാജസെൽവ പയ്യൻ. മാണിക്യമംഗലത്തെ വിശ്വനാഥൻ അവളുടെ തലയിൽ കെട്ടിവെച്ച ആ പന്ന കോളനിക്കാരനെ പോലെയൊന്നുമല്ല. സ്വത്തും മുതലും പ്രതാപവും കൊണ്ട് എന്നെപ്പോലും തോൽപ്പിക്കുന്നവരാ സെൽവത്തിന്റെ കുടുംബം. പോരാത്തതിന് പയ്യൻ ശ്രീഹരിക്കോട്ടയിലെ സയന്റിസ്റ്റ്. എന്തുകൊണ്ടും എന്റെ മകൾക്ക് പറ്റിയ ബന്ധമാ. അല്ല, അവളെന്റെ മകളാണെങ്കിലും നിന്റെ പെങ്ങളൂടിയല്ലേ. അതുകൊണ്ടല്ലേ തന്നെ വിളിച്ച് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ല, അവള് സമ്മതിച്ചോ ഈ കല്യാണത്തിന്? അതല്ലേ ഞാൻ തന്നോട് ആദ്യമേ പറഞ്ഞത്. അവള് സമ്മതം അറിയിച്ചതിന് ശേഷമല്ലേ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അവള് ബുദ്ധിയുള്ള പെണ്ണാ. അവൾക്കറിയാം എപ്പോ എവിടെ എങ്ങനെ പെരുമാറണമെന്ന്. സത്യത്തില് എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു അവള് സമ്മതിക്കുമെന്ന്. ഇനിയെങ്ങാനും ആ നശിച്ച കോളനിക്കാരന്റെ പേര് പറയുമെന്ന്. അല്ല, അവളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. നിർബന്ധിച്ച് പിടിച്ച് കെട്ടിച്ചതാണെങ്കിലും അവളുടെ കഴുത്തിൽ അന്ന് അബദ്ധം പറ്റി അങ്ങനൊരു താലി കയറിയില്ലേ. അതവളെ എങ്ങനെയാ ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പെണ്ണല്ലേ, മനസ്സിലെന്താണെന്ന് ആർക്കാ പ്രവചിക്കാൻ പറ്റുന്നത്? പക്ഷെ എന്റെ എല്ലാ കണക്കൂട്ടലുകളും അവള് തെറ്റിച്ചു. എനിക്ക് അവളെ ചെറുതായിട്ട് പോലും ഒന്ന് നിർബന്ധിക്കേണ്ടി വന്നില്ല. ഞാൻ ഈ ആലോചനക്കാരൻ പറഞ്ഞപ്പോ തന്നെ അവള് സമ്മതം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവള് ജീവിക്കാൻ പഠിച്ചവളാ. ജനിച്ചത് ചെട്ടിയാർ വീട്ടിലാണെങ്കിലും വളർന്നത് മാണിക്യമംഗലത്താണല്ലോ. അതും വിശ്വനാഥന്റെ പെങ്ങളായിട്ട്. മോശം വരില്ല. ഏയ്, ചന്ദ്രദാസ് വിഷമിക്കണ്ട. അത് മോശപ്പെട്ട കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. തലച്ചോറുകൊണ്ടും ഹൃദയം കൊണ്ടും
ഒരേപോലെ ജീവിക്കാൻ കഴിയുന്നത് ഒരു വലിയ മിടുക്ക ചന്ദ്രദാസ്. ഭാഗ്യവച്ച ചന്ദ്രദാസനും അലമേലുവിനും ആ സിദ്ധി ദൈവം ആവോളം തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എന്റെ മകൾക്കൊപ്പം ഞാൻ ചന്ദ്രദാസിനെ ദത്തെടുത്തത്. ദൈവാനുഗ്രഹമുള്ളവരെ എന്നും ചെട്ടിയാർക്ക് ഇഷ്ടമാ. ചെന്നവളെ കാണ, കണ്ട് അഭിനന്ദിക്ക്, അനുഗ്രഹിക്ക്. അവൾക്ക് സന്തോഷാവട്ടെ. എന്താ ചന്ദ്രേട്ടാ? ഞാനീ കേട്ടതൊക്കെ നേരാണോടി? എന്ത്? നീ ഏതോ വലിയ കാശുകാരനെ കല്യാണം കഴിക്കാൻ പോവാണോ? പിന്നെ വലിയ കാശുകാരിയായ ഞാൻ വലിയ കാശുകാരനെ വേണ്ട ഏട്ടാ കെട്ടാൻ. ഏട്ടാന്നോ? ആറ് ഏട്ടൻ? നിന്നെ പോലെ ഒരു നെറികെട്ടവൾക്ക് എന്നെ അങ്ങനെ വിളിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? എന്നാലും നീ ഇത്രയും വലിയ ഫ്രോഡാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ് നമ്മുടെ ഏട്ടൻ വിശ്വനാഥനായിരുന്നു എന്നാ എന്റെ ധാരണ. നീ ഇപ്പൊ അത് മാറ്റി. നിനക്ക് എങ്ങനെ മനസ്സൊന്നടി ആ പാവം സുനീഷിനെ ചതിക്കാൻ? നിന്നെ അവനെ ഒരുമിച്ച് ഇവിടെ കണ്ടപ്പോ, നിങ്ങൾ ഇവിടെ തകർത്താടിയ നാടകം കണ്ടപ്പോ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും ഞാൻ ഒറ്റ കൊടുക്കാതിരുന്നത് അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തിട്ടാ. നിങ്ങളുടെ ഭ്രാന്ത് പിടിച്ച സ്നേഹം കണ്ട് ഉള്ളാരെ കോരിത്തരിച്ചവനാ ഞാൻ. എന്റെ പെങ്ങളെ ഓർത്ത് അഭിമാനിച്ചവനാ ഞാൻ. നിന്റെ ഉള്ളിൽ ഇങ്ങനൊരു വിഷപ്പാമ്പ് പതുങ്ങിയിരിപ്പുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും എനിക്ക് അറിയില്ലായിരുന്നു. എടി, നീ എന്താണ് ഇങ്ങനെ ആയത്? മാണിക്യമംഗലത്തെ ആയാലും ചെട്ടിയാറ വീട്ടിലെ ആയാലും നീ ഒരു പെണ്ണല്ലേടി. ഒരു പെണ്ണ് ഇത്ര അധപതിക്കാൻ പാടുണ്ടോ? ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. നിന്റെ ഈ തനിനിറ എല്ലാവരും അറിയട്ടെ. അറിഞ്ഞിട്ട് എന്തിനാ? എന്നെ ഇനി ഇവിടുന്ന് കൂടെ ഇറക്കി വിടാനോ? മാണിക്യമംഗലത്ത് നിന്ന് എന്നെ ഇറക്കി വിടുമ്പോ മിണ്ടാതെ നിന്ന് പ്രോത്സാഹിപ്പിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാ നിങ്ങള്. ഒടുക്കം വിശ്വേട്ടൻ നിങ്ങളെ തള്ളി പറഞ്ഞപ്പോ ജയിലിൽ നിന്ന് പുറത്തിറക്കാനും സ്വീകരിക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ടെന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചെട്ടിയാരത് ചെയ്യൂന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോ ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായിട്ട് ഞാൻ നിന്റെ അടിമയായിട്ട് ഇവിടെ ജീവിക്കണമെന്നാണോ? അതൊക്കെ ചന്ദ്രേട്ടന്റെ ഇഷ്ടം. എന്റെ കാര്യത്തെ അനാവശ്യമായി ഇടപെടരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ത് അനാവശ്യം? നീ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചന്ദ്രേട്ടൻ ഇതുവരെ കാണിച്ചതെല്ലാം ശരിയാണെന്ന് ചന്ദ്രേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ ആരും ചതിച്ചിട്ട് വഞ്ചിച്ചിട്ടൊന്നുമില്ല. ചതിച്ചില്ലേ? വഞ്ചിച്ചില്ലേ? സ്വന്തം കുഞ്ഞിന്റെ അമ്മയെ നിങ്ങൾ നന്ദിതേച്ചിയെ മറന്നിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് സുഖവാസം നടത്തുന്നത്? എന്താ കാര്യം? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോടുള്ള ആസക്തി കൊണ്ട്, സ്വാർത്ഥത കൊണ്ട്. അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. രക്ഷപ്പെടാൻ ദൈവമായ ഒരു മാർഗം കൊണ്ട് തന്നപ്പോ ഞാനൊന്ന് മൗനം പാലിച്ചു. അല്ല, സമ്മതം മൂളി. കഴിഞ്ഞതൊക്കെ സൗകര്യപൂർവ്വം അങ്ങ് മാറുന്നു. എന്താ അതിൽ ഇത്ര വലിയ തെറ്റ്? സൗഭാഗ്യങ്ങളുമായി ദൈവം കൺമുന്നിൽ വന്ന് മാടി വിളിക്കുമ്പോ പുറംകാലുകൊണ്ട് ഞാനിത് ചവിട്ടിത്തെറിപ്പിക്കുന്നത് മണ്ടത്തരമല്ലേ ചന്ദ്രേട്ടാ? നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു ആതിരെ? ഞാൻ ആതിര അല്ലാത്തത് കൊണ്ട്.